ഹലോ, അതേ വിഷുവിന് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? താറാവ് കറി ഉണ്ടായിരുന്നു, ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. നല്ല ഇത്തിരി പുളിയായിരുന്നു മാമ്പഴത്തിന്, ശർക്കരയൊക്കെ ഇട്ട് ശരിയാക്കി. പിന്നെ അപ്പോഴാണ് സേതട്ടൻ വിളിച്ച് വാ നമുക്ക് ഇല പൊട്ടിക്കാന്ന്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ വാഴ. അപ്പം നമ്മൾ നല്ല ട്യൂഷനെല്ലാം നോക്കി വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പുറത്തുനിന്നൊക്കെ വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ വാഴ എടുത്തുകൊണ്ട് പോകാറ്. അപ്പോൾ സേതുവേട്ടനാണ് ഇപ്രാവശ്യം, നിങ്ങൾ വിചാരിക്കുക എല്ലാ പ്രാവശ്യം സേതുവേട്ടനായിരിക്കും വാഴ പൊട്ടിക്കാൻ വേണ്ടി വരിക. നല്ല പ്രാവശ്യം അമ്മയാണ് കേട്ടോ. ഈ പ്രാവശ്യം സേതുവേട്ടൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചേരാം എന്നും പറഞ്ഞിട്ട് സേതുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുമായിരുന്നു. അപ്പോൾ ജാക്കറ്റും കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണ് ആൾ വന്നേക്കണത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പുളിയഞ്ചി, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ പുളിയഞ്ചിക്ക്. നമ്മുടെ പപ്പടം അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായി ചിക്കൻ ഫ്രൈ. അപ്പം നമ്മൾ ഇലയൊക്കെ വൃത്തിയാക്കി കഴുകി ചോറൊക്കെ വിളമ്പി എല്ലാ കറികളും വെച്ചു. ഇത് സേതന്റെ ചോറാണ് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, ചിക്കൻ ഫ്രൈയും എല്ലാ സംഭവങ്ങളും വിളമ്പി. നമുക്കിനി മീൻകറി ഇടാനുണ്ട്, മാമ്പഴ പുളിശ്ശേരി. അത് ഇഷ്ടമുള്ളവർ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിളമ്പട്ടെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ പരിപ്പ് പായസമാണ് കേട്ടോ. എപ്പോഴും ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പരിപ്പ് പായസം ഉണ്ടാക്കാറ്. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി. അപ്പം എൻ്റെ വീട്ടിലാണ് ഇട്ടത്. അപ്പം അനിയത്തി കുറേ പടക്കവും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പം അവൾ എന്നെ കുറച്ചൊക്കെ പൊട്ടിച്ച് ലച്ചുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ലച്ചു ഓരോ പടക്കം പൊട്ടുമ്പോഴും അപ്പം സ്റ്റെപ്പ് ഇറങ്ങി ഓടലായിരുന്നു കേട്ടോ. നമ്മുടെ എൻ്റെ വീട്ടിൽ അങ്ങനെ പടക്കമൊന്നും കത്തിക്കാൻ പറ്റില്ല. നമ്മൾ മുകളിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ മേശപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ പറ്റില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. അതേ ഞങ്ങൾ വേഗം ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പം എൻ്റെ അനിയത്തി കുറേ പടക്കോ അതും ഇതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിട്ടോ അവള്. അപ്പതേ അവള് വാങ്ങി തന്നു. പിന്നെ അച്ഛനും കുറെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം 2-3-4 ദിവസം പിടിക്കും ഇതെല്ലാം കത്തി തീരാനായിട്ട് കേട്ടോ. മേശപ്പൂ ഞാനാണ് കത്തിച്ചത്. ഞാൻ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് പകുതിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കമ്പിത്തിരി കത്തിച്ചു. ലച്ചു ഒന്നിനും വരണുണ്ടായില്ല. കമ്പിത്തിരി കത്തിക്കാൻ ഒന്നിനും വന്നില്ല. വാ ഒരെണ്ണമെങ്കിലും കത്തിക്കുന്നുണ്ട്. ഭയങ്കര പേടി. പണ്ട് ഇത്രയും പേടി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താണ് ഇത്രയും പേടിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവള് പറഞ്ഞു ഞാൻ നാളെ കത്തിച്ചോളാം, ഇന്ന് എനിക്കൊരു മൂടുമില്ല, ഇന്ന് ഞാൻ കണ്ടു നിന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ അത്രയും നിർബന്ധിക്കാൻ പോയില്ല. ഞാനും സേതുവേട്ടനും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ കമ്പിത്തിരി കത്തിച്ചു, ചക്രം കത്തിച്ചു. അതൊക്കെ കണ്ട് ലച്ചുകുട്ടി അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. അതൊക്കെ ആയിരുന്നു കേട്ടോ പരിപാടി. അപ്പം ടെറസിന്റെ മുകളിലായത് കൊണ്ട് നല്ല രസവും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് പടക്കങ്ങൾ പൊട്ടിക്കാനുണ്ട്. അവള് പറയണ്ടായി 7 ഷോട്ട്സ് 12 ഷോട്ട്സ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതാണ് ഒരെണ്ണം സേതുവേട്ടൻ എടുത്തത്. ഇത് എങ്ങനെ പൊട്ടുക, അതെങ്ങനെ വരിക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം സേതുവേട്ടൻ കത്തിക്കാൻ വേണ്ടി പോയി. എന്നെ കൊണ്ട് 2 ഇഷ്ടിയൊക്കെ താഴത്തുനിന്ന് പോയി ഇടിപ്പിച്ചിട്ടാണ് കേട്ടോ പുള്ളിക്കാരൻ നിൽക്കണത്. അപ്പം ഒരു ചൂട്ട് പോലെ പേപ്പറൊക്കെ കത്തിച്ചിട്ടാണ്, കമ്പിത്തിരി വെച്ച് കത്തിച്ചിട്ട് കത്തനുണ്ടായില്ല. അതിന്റെ തിരി ചെറുതാന്നാ പറഞ്ഞത്. അപ്പം എനിക്ക് പേടിയുണ്ട്, ഇത് എങ്ങനെ പൊട്ടണമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പൊട്ടി. പക്ഷെ വീഡിയോ ഒന്നും കിട്ടിയില്ല. 7 ഷോട്ട്സ് ആണ്, 3 കളർ, ട്രിപ്പിൾ കളറിലാണ് കേട്ടോ വന്നത്. അപ്പം നമ്മുടെ ചക്രം ഞാനാണ് കേട്ടോ കത്തിച്ചത്. അത് ഇങ്ങനെ സ്ലോ മോഷനിൽ എടുത്ത് എങ്ങനെ ഇരിക്കുന്നോർത്ത് അങ്ങനെ ഞങ്ങളിങ്ങനെ ചക്രമൊക്കെ ഇഷ്ടം പോലെ ഇരുന്നു കേട്ടോ. ഇനിയും ഉണ്ട് ബാക്കി. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷു കഴിയുന്നില്ല. ഇന്നും നാളെയും മറ്റന്നാളും അങ്ങനെ കുറേ ദിവസം പൊട്ടിക്കാനുള്ള പടക്കമൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നേക്കണത്. അപ്പം ലച്ചു അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കണ്ട. പിന്നെ ലച്ചുവിന് പറ്റിയ വേറൊരു അതും പിടിക്കണുണ്ടായില്ല. അത് ഞാനിങ്ങനെ കത്തിച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് കെട്ടുപോയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇനിയാണ് സേതുവേട്ടൻ 12 ഷോട്ട്സ് കത്തിക്കാൻ പോണത്. അതിങ്ങനെ നമ്മൾ നിരത്തി വെക്കണം. 12 എണ്ണം നിരത്തി വെച്ചിട്ട് വേണം കത്തിക്കാനായിട്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. കണ്ടിട്ടും ഒരെണ്ണം കൂടി വേണമെന്നുണ്ടായിരുന്നു. അത്രയും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളിങ്ങനെ കണ്ടു നിന്ന് 12 ഷോട്ട്സ് ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടമായത്. എനിക്ക് 7 ഷോട്ട്സിനേക്കാളും ഇഷ്ടമായത് 12 ഷോട്ട്സ് ആണ്. 7 ഷോട്ട്സിൽ ട്രിപ്പിൾ കളർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ.